പ്രത്യാശയായിരിക്കും. ആന്തരിക മനുഷ്യന്റെ ഗുണം എന്താ? ആന്തരിക മനുഷ്യൻ ഇതുപോലെ ശക്തി പ്രാപിച്ച എന്ത് പറ്റും? നല്ല പ്രത്യാശ ഉണ്ടാകും. പ്രത്യാശ എന്താണ്? അതായത് നമുക്ക് നിരാശ ഉണ്ടാവത്തില്ല. എന്താണ്? ഇപ്പൊ പ്രാർത്ഥന നീണ്ടുപോകുന്ന കുറച്ച് നാളത്തേക്ക് നിന്റെ വിഷയം, നീ കർത്താവിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന വിഷയം, നിന്റെ മകളുടെ കല്യാണക്കാര്യമാകാം, അല്ലെങ്കിൽ നിന്റെ വീട് വെക്കണ കാര്യമാകാം, അല്ലെങ്കിൽ സ്ഥലം വിൽക്കണത് വാങ്ങിക്കണ കാര്യമാകാം. അപ്പൊ നീ കൃപാസനത്തിൽ വരുന്ന പ്രാർത്ഥിക്കുന്ന, ഇനി കൃപാസനത്തിൽ വരുന്നില്ല, പ്രാർത്ഥിക്കണില്ല, കുടുംബത്തിനും ആഭിചാരത്തിനും മന്ത്രവാദത്തിനും ഒക്കെ പോണവരുണ്ടാവും. ഒരു കാര്യം എൻ്റെ മക്കൾ പറഞ്ഞേക്കാം. അച്ഛൻ പറയുകയാണ്, അതായത് ഇപ്പൊ ഇന്ന് കൗൺസിലിങ്ങിന്റെ സമയത്ത് ഒരു ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ഛാ എൻ്റെ അമ്മായപ്പൻ ഇത്തിരി പൊടിക്കൂടത്തിലൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. ഇപ്പൊ ഞാൻ എന്നാ പറ്റി? അല്ല അച്ഛാ, അതെ ഇടയ്ക്ക് പുന്തിരിക്കുക, ചെത്തിപ്പൂവ ഒക്കെ കാണുന്നുണ്ട്, അങ്ങനെ ഭസ്മം കാണുന്നുണ്ട്. അപ്പൊ വീട്ടിൽ തന്നെ അങ്ങനെ. അപ്പൊ ചില ആൾക്കാര് സാത്താനെ അടിമയായി പോകും. ചിലരെ അതെന്തൊരു വർക്കത്തുകേടാണെന്നറിയാമോ? പണ്ട് മുതലേ അവരടിമയായിപ്പോയി. അതായത് ഒരിക്കൽ കാര്യം ഈ മനുഷ്യന് ചത്തു കഴിഞ്ഞുള്ള അവസ്ഥ എന്താ? അതായത് ഈ ആഭിചാരം എന്ന് പറഞ്ഞ വ്യഭിചാരത്തെക്കാൾ ഇതാണ്. വ്യഭിചാരം മനുഷ്യർ തമ്മിലുള്ളതാണ്. ആഭിചാരം ദൈവത്തോട് കാണിക്കണതല്ലേ. ആഭിചാരം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ള പരിപാടിയല്ലേ. അഥവാ അതെന്താണ്? ദൈവത്തെ മാറ്റി നിർത്തിയാനുള്ള അവസ്ഥ എന്താണ്? അത് റോമർ 1:9 വർക്കൗട്ട് ചെയ്യും. റോമർ 1:29 എന്താണ്? ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയെ കരുതുന്ന ആൾക്കാരാണ് ആഭിചാരത്തിന് പോണത്. മനസ്സിലായല്ലേ? ചില ആൾക്കാർ അത് കർത്താവിന്റെ അടുത്ത് പറഞ്ഞാൽ ശരിയാകത്തില്ല, കർത്താവ് ക്ഷമിക്കാൻ പറയും. അവരുടെ പണി കൊടുക്കാൻ ശരിയാകത്തില്ല, പണി കൊടുത്തിട്ട് ഞാൻ കർത്താവിന്റെ അടുത്ത് വന്നേക്കാന്ന് പറയും. അപ്പൊ ഈ ബാഹ്യ മനുഷ്യൻ ശക്തമല്ലേ ഇല്ലേ? ഇപ്പൊ അത് കർത്താവ് ഇതിപ്പൊ ഇനി കർത്താവിന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല, കർത്താവ് ക്ഷമിക്കാൻ പറയും. ക്ഷമിച്ച ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടത്തില്ലേ? അതിവനെ അറിയത്തില്ലല്ലോ, ഇവൻ ലോകത്താനല്ലേ. അതുകൊണ്ട് ഇവൻ പറയും കുറെ അവനിട്ടൊരു പണി കൊടുത്തിട്ട് ഞാൻ തിരിച്ച് പിന്നീട് കർത്താവിന്റെ അടുത്ത് വരാന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ദൈവത്തെ അംഗീകരിക്കുന്നത് അവന് പോരായ്മയായിട്ട് കരുതണമെന്ന്. അത് റോമർ 1:29. ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയെ കരുതണവനാണ് ഭസ്മത്തിനും കുന്തിരിക്കത്തിനും ചെത്തിപ്പൂരും നടക്കണത്. അങ്ങനെ നടന്നുള്ള കുഴപ്പം എന്താ? ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയെ കരുതിയതിനാൽ ആത്മവികാരങ്ങൾ കേൾപ്പിക്കണമെന്ന് കൈയെടുത്ത് കർത്താവിനോട് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം.